ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറയാം കേട്ടോ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് 9 ഓഫ് വാണ്ട്സ് ആണ്. ഇത് നമ്മളൊരു ഭയന്ന് നിൽക്കുന്ന ഒരു കാർഡാണ്. നമ്മൾ വിജയത്തിലേക്കാണ് പോകുന്നത്, പക്ഷേ നമ്മൾ വന്ന വഴിയിൽ ഒരുപാട് സഹനം നമ്മൾ നടത്തിയിട്ടുണ്ടാവും. ഒരുപാട് വേദനകൾ, ഒരുപാട് കടമ്പകളൊക്കെ കടന്നായിരിക്കും നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ മുമ്പ് എന്താണോ നടന്നത് അത് വീണ്ടും ആവർത്തിക്കുമോ എന്ന് പേടിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു പേടി നിങ്ങളിലുണ്ട് എന്ന് കാണുന്നുണ്ട്. എന്താണ് പേടി? 10 ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഫാമിലിയുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഫാമിലിയിൽ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു പൈസയ്ക്ക് അത്യാവശ്യമൊക്കെ വരുവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയുള്ള പോലെയാണ് കാണുന്നത്. പൈസയുടെ ആവശ്യം എങ്ങനെ ഞാൻ നിവർത്തിക്കും എന്നുള്ളൊരു എനർജിയാണ് ഈ പറഞ്ഞ 9 ഓഫ് വാണ്ടിന് ക്ലാരിറ്റി ആയിട്ട് 10 ഓഫ് പെൻഡക്കിൾസ് വരുമ്പോൾ കാണുന്നത്. ഒരു പേടിയാണ് കേട്ടോ. പൈസയ്ക്ക് ഇന്ന് ആവശ്യം ഉണ്ടാവും, പക്ഷേ ഞാനിതെങ്ങനെ ഒപ്പിച്ച് റെഡിയാക്കും എന്നുള്ള ഒരു പേടിയിൽ നിങ്ങൾ നിൽക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം പൈസ ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ഹീറോഫൻ്റ് ആണ്. നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സമൂഹം, സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ചിലപ്പോൾ നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് 10 ഓഫ് പെൻഡക്കിൾസ് വരുമ്പോൾ ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, കുട്ടികൾ, പെറ്റ്സ്, വീട്. ഓക്കെ, ഇത് വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഈ പറഞ്ഞ വീട് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം, വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം. അപ്പോൾ അതിൽ പൈസ എങ്ങനെ, ചിലപ്പോൾ അത് ലോൺ എടുക്കുന്നതായിരിക്കാം. ലോണ് സാങ്ഷനാക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളിന്ന് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അത് നടക്കുമോ എന്നൊരു പേടിയുണ്ടെന്ന് കാണുന്നുണ്ട്. അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന് നടക്കുന്നുണ്ടാവും. ബാങ്കിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മീറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരെയോ മത നേതാക്കന്മാരെയോ രാഷ്ട്രീയക്കാരെയോ ആരെങ്കിലും കണ്ടിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിയമത്തിൻ്റെ വഴിയിൽ പോവുകയാണ്. അതായത് ഈ നാട്ടിലെ ഒരു നിയമ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കാര്യം, ഈ നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഈ നാടിൻ്റെ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ടായിരിക്കാം നമ്മൾ എന്തോ ഒരു കാര്യം ഇന്ന് ചെയ്യുന്നു എന്നാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ പ്രത്യേകിച്ചും കേസുകളിലൊന്നും പോയി പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് പോകുമോ എന്ന് പേടിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് നിങ്ങൾ പൈസ, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ നിങ്ങളുടെ വീട്ടിലുള്ളവരറിയാതെ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയാണ് കേട്ടോ. ഇത് പേടിക്കുന്ന കാർഡാണ്. 10 ഓഫ് പെൻഡക്കിളും ഫാമിലി കാർഡ് പ്ലസ് ഫിനാൻസ് ആണ്. അപ്പോൾ വീട്ടിലെ പൈസ എടുത്ത് നിങ്ങൾ ആരും അറിയാതെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നിയമക്കുരുക്കിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ പേടിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഹീറോഫൻ്റ് വരുമ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നതായിരിക്കാം സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ധ്യാനം കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയിട്ട് അവിടുത്തെ പുരോഹിതന്മാരുമായി സംസാരിച്ച് നിങ്ങളുടെ ഒരു പ്രശ്നം പറയുന്നതോ പരിഹരിക്കാൻ ശ്രമിക്കുന്നതോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അവിടെ വിഗ്രഹാരാധന, അല്ലെങ്കിൽ വിഗ്രഹപ്രതിഷ്ഠ, അതിലൊക്കെ ഒരുപക്ഷെ ഭാഗമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഹൈ പ്രീസ്റ്റസ്, ഇത് കൗണ്ടർ പാർട്ടാണ് കേട്ടോ. ഇത് മെയിൽ കൗണ്ടർ പാർട്ടാണ്, സ്പിരിച്വൽ മെയിൽ കൗണ്ടർ പാർട്ടാണ്. അത് ഫീമെയിൽ കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഗുരുവിനെ പോലെ ആവുന്നുണ്ടാവും. നിങ്ങൾ ഇതേ എനർജിയിലുള്ളൊരു ഫീമെയിൽ എനർജിയെയും ഇന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് പേര് സ്പിരിച്വലി വളരെ ഉയർന്ന ഒരു തലത്തിലേക്കൊക്കെ പോകുന്നതായിട്ടും
നിങ്ങൾക്ക് നിങ്ങളുടെ അതേ തലത്തിൽ നിൽക്കുന്ന ഒരു ഫീമെയിൽ എനർജിയെ കാണുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ഫീമെയിലാണ്, കാണുന്നത് ഒരു സ്ത്രീയാണ്, നിങ്ങൾ സ്പിരിച്വലി വളരെ ഗ്രോ ആക്ട് ചെയ്തിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ അതേ വൈബിലുള്ള അതേ എനർജിയിലുള്ള ഒരു സ്പിരിച്വൽ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനെ, ഒരു മാൻലി ഒരു മനുഷ്യനെ കാണാനായിട്ട്, മാസ്കുലിൻ എനർജിയെ കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മാസ്കുലിൻ ഫെമിനൈൻ എനർജിയുടെ ഒരു ബാലൻസ് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. സ്പിരിച്വലി ആയിട്ടുള്ള ആളുകളുമായി സമ്പർക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു മാർഗ്ഗനിർദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ നിങ്ങൾ വളരെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തന്നെയുണ്ട്. മറ്റുള്ളവരോട് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും നിഗൂഢശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവും. ടാരോ ആയിരിക്കാം, ആസ്ട്രോളജി ആയിരിക്കാം, അങ്ങനെയുള്ള നിഗൂഢശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോൾ നിങ്ങളിന്ന് എന്തെങ്കിലും ഒരു പഠനം തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുതരം ഒരു നിങ്ങൾ മുൻപൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ ഓർമ്മകളൊന്നും നിങ്ങളിൽ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ആ ഓർമ്മയിൽ ഭയങ്കരമായിട്ട് നിങ്ങളിങ്ങനെ ഇമ്മേഴ്സ്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഓർമ്മ വീണ്ടും നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കുറച്ച് രഹസ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതിനെ എന്തൊക്കെയോ വെച്ച് മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരെയോ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിതുമ്പുന്നുണ്ട്, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിതുമ്പുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളത് രഹസ്യമായി തന്നെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ദെൻ ടവറാണ്, ഒരു വഴക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ ടവറെന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായ തിരിച്ചടി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമായത് സംഭവിക്കുക എന്നുള്ളതാണ്. മോസ്റ്റ്ലി ഇതൊരു വഴക്കാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, വീഴ്ചകൾ ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് വീഴുക, ചിലപ്പോൾ നിന്ന നിപ്പിൽ നമ്മൾ സ്ലിപ്പായി പോകുന്നതായിരിക്കാം, തെന്നി വീഴുന്നതായിരിക്കാം, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത സാധനം കൊണ്ട് വെയിറ്റും കൊണ്ട് വീഴുന്നതായിരിക്കും. എന്തോ ഒരു വീഴ്ചയുടെ അത് കാണുന്നുണ്ട്. അപ്പോൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നടക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ വഴക്കുണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഹാങ്കഡ്മാനാണ്, കുറച്ചൊരു ഇൻഡിസിഷനായിരിക്കും. ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഒരു മനോനില സാധാരണഗതിയിലായിരിക്കത്തില്ല, നമ്മൾ സാധാരണ പോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചിന്താഗതി മൊത്തത്തിൽ മറ്റൊരു തരത്തിലായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഹാങ്കഡ്മാൻ. നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ബോധമില്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ, അതൊക്കെയാണ് ഹാങ്കഡ്മാൻ. മൊത്തത്തിലൊരു തലകീഴായ അവസ്ഥ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇന്ന് നിങ്ങൾക്ക് തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മറിഞ്ഞു പോവുക, അല്ലെങ്കിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുക, അത്തരത്തിലുള്ള എനർജിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരിക്കും. ഒരു നല്ല ശുഭവാർത്തയൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഒരു ബാലൻസിലേക്ക് വരുന്നു. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പോയിട്ട് ടെസ്റ്റൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഹാങ്കഡ്മാൻ്റെ എനർജി പറയുന്നത്. ഇത് നമ്മളൊരു കാര്യം ആലോചിച്ചു, തീരുമാനിച്ചു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വീണ്ടും മാറ്റി അങ്ങനെ നമ്മളൊരു ഇൻഡിസിഷനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തിനോട് സമർപ്പിച്ചു കൊടുക്കുക. ഞാനിത് എന്നെ കൊണ്ട് കൂടുന്നില്ല, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ദൈവമേ നീ എനിക്കൊരു തീരുമാനം എടുത്ത് തരണം എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുക. അത് സറണ്ടറിൻ്റെ കാർഡാണ്. അതുകൂടാതെ തന്നെ നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ വിട്ട് കളയുക. ഇതൊക്കെയാണ് സാക്രിഫൈസിൻ്റെ കാർഡ് കൂടിയാണ് ഈ ഹാങ്കഡ്മാൻ എന്ന് പറയുന്നത്. കിങ് ഓഫ് സോഡ്സ് വീണ്ടും ഒരു വഴക്കാളി എനർജിയാണ്. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള എനർജി കൂടുതലായിരിക്കും. ഭയങ്കര ജിൽ നീക്കും വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു ആലോചനയൊന്നും ഇല്ലാതെ പെട്ടെന്നെടുത്ത് നമുക്ക് നമ്മുടെ അരിശത്തിന് അടിച്ച് വർത്താനം പറയുകയാണ്. പക്ഷെ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ടവറും ഉണ്ട്, കിങ് ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഒരു ആഞ്ഞടി കിട്ടുവാണെങ്കിൽ നിങ്ങളതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത് സമാധാനം കൊണ്ടാണ്. നിങ്ങളും തിരിച്ചങ്ങോട്ട് വഴക്കിന് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് സോഡ്സ് കേട്ടോ. പിന്നെ ഇന്ന് ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പക്ഷം ചേർന്ന് നിന്ന് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയിട്ട് പറയുക എന്നുള്ളതാണ് കിങ് ഓഫ് സോഡ്സ് പറയുന്നത് കേട്ടോ. ദെൻ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ ക്വിക്കാണ്, എടുത്തുചാട്ടം കൂടുതലായിരിക്കും. ഇന്ന് പെട്ടെന്ന് ഒറ്റബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ തോന്നുവാണെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യരുത്, അത് ഒന്നുകൂടെ ആലോചിക്കണം. ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകേട്ട് എടുത്തിയാടുക, മുൻകോപം കാണിക്കുക, ഒരു ക്വിക്കായിട്ട് ആക്ഷൻ എടുത്ത് പ്രവർത്തിക്കുക, എന്നാൽ അതിനകത്ത് പാഷനൊന്നും ഇല്ലാതിരിക്കുക. അതൊക്കെയാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. ലാസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് വാൺസ് ആണ്. നമ്മൾ നമ്മുടേതായ ഒരു തലം ഉണ്ടാക്കി നിൽക്കുക എന്നാണ്. നമ്മൾ നമ്മുടേതായ ഉയർന്ന ചിന്തയിലിരിക്കുക, നമ്മൾ മറ്റുള്ളവർ പറയുന്നൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ് ക്യൂൻ ഓഫ് വാൺസ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് റോഡ്സിൻ്റെ കാർഡ് പറയുന്നത്. നമ്മളൊരു ബാലൻസിലേക്ക് വരാൻ ശ്രമിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. വഴക്കൊക്കെ അപ്പുറത്തപ്പുറത്ത് ഉണ്ടായിക്കോട്ടെ, നമ്മളതിലോട്ട് പോകണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകാനാണ് പറയുന്നത്. ഓക്കെ, ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ആവശ്യമുള്ള പൈസ മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.